Welcome back to my new video. I am Siddharth. Today I am discussing about my week 2 progression video. Comparing to week 1 week 2 is more difficult. ഇതിൽ നമ്മൾ പഠിക്കുന്നത് HTML ഉം CSS ഉം ആണ്. ഓക്കെ, വീക്ക് 2ലേക്ക് വരുമ്പം അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ബൂട്ട്സ്ട്രാപ്പ്, പിന്നെ ജാവാസ്ക്രിപ്റ്റ്, പിന്നെ മീഡിയ ക്വറി, അത് മൂന്നും നമ്മൾ വീക്ക് 2ൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വണ്ണിലൂടെ നമ്മൾ ഒരു വെബ്സൈറ്റിന്റെ ക്ലോൺ ചെയ്യാൻ പഠിക്കും. ഓക്കെ, വീക്ക് 2ൽ നമ്മളിങ്ങനെ റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്നും യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ലാപ്ടോപ്പിൽ ആ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റണം. യൂസ് ചെയ്യുമ്പം അത് വേറെ ഒരു ഇതൊന്നും ഇഷ്യൂ ഒന്നും തോന്നാറ്. അതായത് ജസ്റ്റ് അത് ഞാനിവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ നമുക്ക് മാറ്റിയെടുക്കുക, ഒരു മാറ്റവും പോകുന്നത് അതിന് നമ്മളെ വിറ്റ് അനുസരിച്ചിട്ട് എന്താണ് ആ വെബ്സൈറ്റ് റെസ്പോണ്ട് ചെയ്യണം. അതാണ് വീക്ക് 2ലെ മെയിൻ ടാസ്ക് ആയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ യൂട്യൂബ് ഒരു സൈറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാനിങ്ങനെ ചെറുതാക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ ഫുൾ സൈസിലിൻ്റെ ഒരു ഇത് വെബ്സൈറ്റ് ഡിസൈൻ. ഇനി ചെറുതാക്കുന്നതിനത് ചെറുതായി വരുന്നതാണ്ട. ഇപ്പോൾ ആ സൈഡിലുള്ള മെനു ബാറിലും പോയാണ്ട. ഓക്കെ, ഇനി കുറച്ചും കൂടി ചെറുതാക്കി ഇത് ഗ്രിഡ് 2 ആയിട്ട് മാറിയിട്ടുണ്ട്. 2 ഇത്. ഇനി നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കുമ്പോൾ ഈ ഒരു വിധത്തിലാണ് ഡിസൈൻ ഉണ്ടാകുക. ഇത് കണ്ടില്ലേ, ഇതാണ് എന്ത് ബേസിക്കായിട്ട് പറയാനുള്ള ഇത് റെസ്പോൺസീവ് സൈറ്റ് എന്ന് പറയുക ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള അതായത് നമ്മളെ വിത്തിനനുസരിച്ചിട്ട് എന്താണോ ഈ ഒരു സൈറ്റ് റെസ്പോണ്ട് ചെയ്യണം. അതിനാണ് റെസ്പോൺസീവ് സൈറ്റ് എന്ന് പറയുക. ഓക്കെ, പേഴ്സണൽ ടാസ്ക് ആയിട്ട് തന്നതൊക്കെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇരിക്കാനുള്ള, അതുകൊണ്ട് അതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് HTML ഉം CSS ഉം പഠിച്ചത് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബൂട്ട്സ്ട്രാപ്പിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയത് ബൂട്ട്സ്ട്രാപ്പ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കിയായിരുന്നു ജാവാസ്ക്രിപ്റ്റ്. അത് പ്രോട്ടോടൈപ്പിന്റെ തന്നെയാണ് ഞാൻ നോക്കിയത്. ജാവാസ്ക്രിപ്റ്റിന് ജാവാസ്ക്രിപ്റ്റിന് ഇത് തന്നെ മതി. അതായത് പ്രോട്ടോടൈപ്പിന്റെ വീഡിയോ, പിന്നെ കുറച്ച് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് W3 സ്കൂൾ പോലത്തെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പഠിച്ചാൽ അത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ jQuery എന്ന് പറഞ്ഞിട്ട്, അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ലൈബ്രറി, അതാണ് ഈ jQuery ലൈബ്രറി, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ അതായത് ജാവാസ്ക്രിപ്റ്റിനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ jQuery ഉപയോഗിക്കുന്നത്. jQuery സിമ്പിൾ തന്നെയാണ്, കാണുമ്പോൾ കുറച്ച് ടഫായിട്ടുണ്ടെങ്കിലും ബട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ട് തന്നെ പോകുന്നത്. ഇവിടെ കുറേ വലിയ ജാവാസ്ക്രിപ്റ്റ് വലിയ ഒരു കോഡൊക്കെ എഴുതുമ്പോൾ ഇതിനകത്ത് ചെറുങ്ങനെ ഷോർട്ടായിട്ടാണ് എഴുതുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ. ജാവാസ്ക്രിപ്റ്റ് പറയാനാണ്. ഇനി ബൂട്ട്സ്ട്രാപ്പിന് ഞാൻ നോക്കിയത് ആദ്യം ഇത് തന്നെയാണ്. അതായത് പ്രോട്ടോടൈപ്പിന് ഇതൊക്കെ കാര്യമാണ് ജാവാസ്ക്രിപ്റ്റ് പറയാനുള്ളത്. ഇനി ബൂട്ട്സ്ട്രാപ്പിന് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് പ്രോട്ടോടൈപ്പിന്റെ ആ ഒരു പ്ലേലിസ്റ്റിലുള്ള ബൂട്ട്സ്ട്രാപ്പിന്റെ വീഡിയോ ആദ്യം ഞാൻ കണ്ട്. എന്നിട്ട് ടെക് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് ഫോളോ ചെയ്തിട്ട് ബാക്കി കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. പിന്നെ എന്തായാലും ബൂട്ട്സ്ട്രാപ്പ് നിങ്ങൾ എന്തായാലും അത് യൂസ് ചെയ്യണം. ബൂട്ട്സ്ട്രാപ്പിന് തന്നെ വേറെ തന്നെ ഒരു സൈറ്റ് ഉണ്ട്, അതെന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം. ബൂട്ട്സ്ട്രാപ്പ് എന്ന് ചെയ്യുന്നത് വെച്ചാൽ ബൂട്ട്സ്ട്രാപ്പിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, CSSലുള്ള പല കാര്യങ്ങളും ബൂട്ട്സ്ട്രാപ്പിലൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് CSSലെ പല കോഡും നമുക്ക് ഷോർട്ടാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇങ്ങനെ ഒരു സ്റ്റൈൽ ഷീറ്റിൽ ഇങ്ങനെ വാരി ചെയ്യുന്ന കാര്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇൻലൈനായിട്ട് ജസ്റ്റ് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ പേര് കൊടുത്തിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു ആഴ്ചയും ഈ ഒരു ആഴ്ചയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എൻ്റെ വർക്കിംഗ് അവർ ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. കാരണം ഇവിടെ കുറച്ച് അധികം തന്നെ ചെയ്യാനുണ്ട്. പിന്നെ ഒരു അടുത്തായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ ക്വറി അല്ലേ, ആ മീഡിയ ക്വറി ഞാൻ പഠിച്ചത് അത് വേറെ തന്നെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. CSSന്റെ അപ്ന കോളേജിന്റെ വീഡിയോന്റെ ലാസ്റ്റ് തൊട്ടുണ്ട് മീഡിയ ക്വറി. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് അതിൻ്റെ തെളിവ്. ഓക്കെ, അത് തന്നെ ധാരാളമായിട്ട് തന്നെ ആവുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. ഓക്കെ,
അടുത്തൊരു ടാസ്ക് ആയിട്ട് നമുക്കുള്ളത് എന്താ ഈ ഒരു വീക്കിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ DOM, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇത് യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ടാൽ അതൊക്കെ പ്രത്യേകിച്ച് സജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. യൂട്യൂബിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് അധികമായിട്ടൊന്നും പറയാനില്ല, പക്ഷെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ഒക്കെ ഈ ഒരാഴ്ച പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരാഴ്ച ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ഇത്രയും കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് പറയാം. അത് പിന്നെ ടൈപ്പിംഗ് ടാസ്ക് ആയിട്ട് പറഞ്ഞതും 1 hour ആണ്, അതും കംപ്ലീറ്റ് ആയിക്കൊണ്ട് പോയിക്കൊണ്ട് വെക്കുന്നത്. അതിലൂടെ എൻ്റെ കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഈ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുന്ന ഈ പാടായിട്ടുണ്ടായിരുന്നു. ബട്ട് അതിപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത്രക്കും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് എൻ്റെ വീക്ക് 2 പ്രോഗ്രഷൻ വീഡിയോ. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, താങ്ക് ഫോർ വാച്ചിങ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, താങ്ക് ഫോർ വാച്ചിങ്.